ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് മത്തൻ്റെ ഇല കേട്ടോ. മത്തൻ്റെ ഇല വെച്ച് നമുക്കിന്ന് തോരൻ ഉണ്ടാക്കാം. ഇപ്പം മത്തൻ്റെ ഇലയൊന്നും ആരും എടുക്കലില്ലല്ലേ. മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചെരങ്ങൻ്റെ ഇല ഇതൊക്കെ കറി വെക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നും ആരും ഇപ്പം എടുക്കലില്ലല്ലേ. നമുക്ക് അത് വെക്കാം. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് ഒരു കറിയും വെക്കാമെന്ന് കരുതിട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ അതിനാണ് ഇപ്പം ഈ മത്തൻ്റെ ഇല കുറച്ച് കൊണ്ടുവന്ന് കേട്ടോ. നമ്മളെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. മത്തൻ്റെ ഇല ഒരു പൊടി കൊടുന്നിക്കണ്. കുറേയൊന്നും വേണ്ട, ആർക്കും വേണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ തിന്നേണ്ടി വരും. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ചോറൊക്കെ വെന്തു കേട്ടോ. ചോറൊന്ന് ഊറ്റട്ടെ, എന്നിട്ട് വേണം. കുറച്ച് ചിക്കനും ഉണ്ട്, അതും വെക്കണം. ഈ മത്തൻ്റെ ഇലയും വെക്കാമെന്ന് കരുതിക്കുക കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ചോറ് അടുപ്പത്ത് തന്നെയാണ് വെച്ചിരിക്കണത്. ചോറ് മാത്രമേ ഉള്ളൂ നമ്മൾ അടുപ്പത്ത് വെക്കൽ. അപ്പം നമ്മളെ മത്തൻ്റെ ഇല കൊടുന്നുകാണ്ട് നല്ലോണം ഒന്ന് കേകി, മഴ കൊണ്ടുകാണ്ട് തന്നെ ഒരുവിധമൊക്കെ കേകി ഇതായിക്കണം. പിന്നെ അതിൻ്റെ അപ്പുറം ഇഞ്ചൊരു കേകല എല്ലാം പാടായിട്ട് മത്തൻ്റെ ഇല ആകെ ഇതായിക്കണം. എന്നാലും കേകാതെ പറ്റൂലല്ലോ, മണ്ണൊക്കെ തെറിച്ചിക്കൂലേ. അപ്പം അത് കേകി വെച്ചിക്കണം. ഇനി നമ്മളിതിൻ്റെ ഓരോ ഇതളിങ്ങനെ ഇതിനൊരു ഞരമ്പ് മാതിരി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആദ്യം പിച്ചെടുക്കണം കേട്ടോ. മലപ്പുറക്കാർക്കൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മലപ്പുറക്കാരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഓല് ഞാൻ ഇജൊരു പറഞ്ഞു തരലേർത്തി ആട്ടുവന്നാവോ. അപ്പോൾ അറിയാത്തവർക്കും വേണ്ടിയാട്ടോ പറയണേ. അത് നമ്മളിങ്ങനെ ഓരോരോ ഇല എടുത്ത് ഇങ്ങനെ പിച്ചി കണ്ടോ, ഇങ്ങനെ പിച്ചി എടുത്തിട്ട് പിന്നെ നമ്മളിത് അരിഞ്ഞെടുക്കണം കേട്ടോ. പണ്ടില്ലോലൊന്നും അരിയൊന്നും ഉണ്ടായില്ല. ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിച്ചെടുത്തങ്ങാണ്ട് വേഗം കൈ വെച്ചിങ്ങനെ മുറിച്ചങ്ങാണ്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ എല്ലാം ഒന്ന് അരിയല്ലോ. അങ്ങനെ കണ്ടോ, ഇന്ന് ഞരമ്പൊക്കെ വേറെ വരും. നമുക്ക് വെറും ഇലയായി കിട്ടും. പിന്നെ അതിക്ക് നമ്മൾ പച്ചമുളക് ഇടുന്നത്, പച്ചമുളക് എല്ലാം ഇടേണ്ടത് സത്യം പറഞ്ഞാൽ. അതിക്ക് കാന്താരി മുളക് ഇടണം, അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ മത്തൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും ചെരങ്ങൻ്റെ ഇലയൊക്കെ വെക്കുമ്പോൾ, മുരിങ്ങൻ്റെ ഇലയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കാന്താരി മുളകാണ് രസം. പിന്നെ മത്തൻ്റെ ഇലയും ചെരങ്ങൻ്റെ ഇലയൊക്കെ ഒരു സോഫ്റ്റാണ് കേട്ടോ. ഈ കുമ്പളത്തിൻ്റെ ഇലക്ക് ചെറിയൊരു ഇതാണ് ഒരാണ്. ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പം അതാ ഈ ചട്ടി ഞാൻ ഒന്ന് കടുവറുക്കാൻ എടുത്തതാണ്, അതാണ് ഇതിൻ്റെ ഉള്ള അങ്ങനെ കേട്ടോ. അപ്പം നമ്മൾ അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെറിയുള്ളിയും പിന്നെ 2 പച്ചമുളകും കാന്താരി മുളകും ഇട്ടു. അത് ഇതായപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിലൊന്നും അല്ല കേട്ടോ അത് ഉണ്ടാക്കണേ. ഇവിടുത്തുകാരൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഞാൻ വാങ്ങി കൊടുക്കുമെന്നാവോ. എന്തായാലും അതിക്ക് നമ്മൾ കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ച് കൊടുക്കണം. ഈ കഞ്ഞിവെള്ളം നല്ലോണം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് ഇനി നമ്മൾ അതിക്ക് അത് തിളച്ച് വരുമ്പോൾ ഈ അരിഞ്ഞ് വെച്ച മത്തൻ്റെ ഇല അതിക്ക് അങ്ങോട്ട് ഇടുക കേട്ടോ. ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് അങ്ങോട്ട് എടുക്കുക. അപ്പം അതാ ഇത് തിളച്ച് വന്നു. നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഈ മത്തൻ്റെ ഇല അതിക്കാണ്ട് ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും കാന്താരി മുളകും ഒക്കെയാണ് വേണ്ടത്. പച്ചമുളകും പിന്നെ വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ തേങ്ങ ഒന്ന് ചതച്ച് വാർന്നപ്പോൾ അതിലൊരു ചെറിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തേക്കണേ. അങ്ങനെയാണ് കേട്ടോ. അപ്പം കണ്ടോ, അതെല്ലാം കൂടി അതിൽ കിടന്നൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നല്ല രസമുള്ള സാധനമാണ്. പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നതല്ലേ. ഇപ്പോൾ പിന്നെ ഇലയൊന്നും ആർക്കും വേണ്ടല്ലോ. ഇപ്പോൾ മുരിങ്ങൻ്റെ ഇലയും കൂടി വെക്കൂല. പണ്ടില്ലോലും അറിയാം മുരിങ്ങൻ്റെ ഇല വെച്ചാൽ കണ്ണിന് കാഴ്ച ഉണ്ടാവുന്ന. ഇപ്പം എന്തൊരു മുരിങ്ങൻ്റെ ഇല അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
ഞാനിതെന്നും എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി ഇവിടെ എല്ലാവരൊക്കെ ഇതാ കളിയാക്കി ചിരിച്ചാണ് കേട്ടോ, മറഞ്ഞു നിന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടേ ഓലാണ് ചിരിച്ചട്ടല്ലേ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ പറയണ്ടേ. അപ്പോൾ ഇതാ ഇനി നമുക്ക് അതവിടെ കിടന്ന് പോകുമ്പോൾ അതിന് 4 ചിക്കൻ ഇഞ്ചം മൂക്കാണെങ്കിൽ പിന്നെ ചിക്കൻ കറിയൊന്നും പറ്റൂല. എത്ര കുറച്ചുള്ളെങ്കിലും അതിന് 2 കഷ്ണം പൊരിച്ചണം. അപ്പോൾ എനിക്ക് 2 കഷ്ണം പൊരിച്ചട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ടൊന്ന് ഇളക്കി നല്ലോണം ഇതാക്കിയിട്ട് പിന്നെ അതിൽ ഞാൻ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും കൂടിയും കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ. അത് നല്ലോണം കുഴച്ചൊരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ടാണ് അപ്പത്തിന് നമ്മളെ മത്തൻ്റെ ഇലയൊക്കെ വെന്ത് എടുക്കുകയും ചെയ്യണം. അടുപ്പൊന്ന് ഒഴിഞ്ഞ് കിട്ടണമല്ലോ. അപ്പത്തിന് ഞാൻ ആ അടുപ്പത്ത് ഒരു ഇച്ചിരി കറി ബാക്കി വെച്ച ചിക്കൻ്റെ കുറച്ചുണ്ടായിന്, അതുകൊണ്ട് കറിയും വേണമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കറിയും വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കൂട്ടി കുഴച്ച് വെക്കട്ടെ. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതതിലൊന്ന് പിടിച്ചോലോ. അപ്പം എന്തൊക്കെ എല്ലാവർക്കും മഴ തന്നെയല്ലേ? മഴ ഉണ്ടല്ലേ നല്ലോണം. മഴ ഒന്നും പെയ്യട്ടെ, അതുവരെ ചൂടല്ലേനോ. അപ്പം ഇതാ നമ്മളെ ചിക്കനൊക്കെ അങ്ങനെ കൂട്ടി കുഴച്ച് അവിടെ വെച്ചു. ഇനി ഇതാ നമ്മളെ തോരനും വെന്തു. ഇനി നമുക്ക് ചിക്കന് കറി വെക്കാലത് വെച്ച് പിന്നെ ഈ അടുപ്പത്ത് തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തിള തുടങ്ങിയിട്ടേ ഉള്ളൂ. അതവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. അപ്പം ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മത്തൻ്റെ ഇല വെച്ച തോരനുമാണ് ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ കറികൾ കേട്ടോ. അപ്പം ഇതാ ചിക്കൻ അവിടെ മാറ്റി വെച്ചത് ഇപ്പോൾ ഏകദേശം പൊരിച്ചാനുള്ള സമയമായി. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്ന് പൊരിയട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാനിങ്ങനെ എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ, എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ചിക്കൻ കറി ഈ അടുപ്പത്തും ചിക്കൻ പൊരിച്ചത് ആ അടുപ്പത്തും അങ്ങനെ ആയി വെന്തും കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. ഉച്ചക്കൊക്കെ രാത്രി പിന്നെ നമുക്കിന്ന് താഴെ 17-ാം രാവാണ്. വാപ്പ മരിച്ച അവിടെ നിന്ന് കട്ടി നമ്മൾ 17-ാം രാവിന് ഇന്നും രാത്രി ഉസ്താദ് വരും. അപ്പം അത് വയർക്കും. അപ്പം അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ആ ഉച്ചക്കത്തെ കറിയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒക്കെ ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.